ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജീവൻ നമ്മുടെ അനുമോളെ പെണ്ണ് കാണാനായിട്ട് വരുവാണ്. വീട്ടിൽ വന്നിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ. അച്ഛനും മകനുമായിട്ട് ഇവിടെ ബാലനും മക്കളും ഒക്കെ പോലെ തന്നെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ജീവൻ അത് പറയണമുണ്ട്. ശരിക്കും ഒരു ടോം ആൻഡ് ജെറി പോലെയാണ് ഞാനും എൻ്റെ അച്ഛനും വന്ന്. എന്നിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. അമ്മ ശരിക്കും വിലക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ ടോം ആൻഡ് ജെറി ഒന്നും ഇവിടെ വന്ന് കാണിക്കല്ലേ. ഇതുപോലെ പലയിടത്ത് കാണിച്ചിട്ടാണ് പല പെൺകുട്ടികളെ നമുക്ക് കിട്ടാതെ പോയത്. ഇനിയെങ്കിലും ഒരു മര്യാദയ്ക്കൊന്നും ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അനുമോള്. ഇതിനിടയ്ക്ക് എല്ലാവരെയും പരസ്പരം ബാലൻ പരിചയപ്പെടുത്തിയും കൊടുക്കുക. പെൺകുട്ടി ഇഷ്ടമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടുകാര്യങ്ങളൊക്കെ പറയുകയാണ്. അവരാകെ ഹാപ്പി മൂഡിലാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ബാലൻ ചോദിക്കുകയാണ്, അല്ല കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ആ ഒരു എന്താ കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ സ്ത്രീധനത്തെക്കുറിച്ചോ അതൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോഴാണ് പയ്യൻ പറയണത്, അല്ല അങ്കിള് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ആഗ്രഹമാണ്. അത് തെറ്റാണോ എങ്കിൽ നിങ്ങളതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാം. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീ തന്നെയല്ലേ ധനം. എനിക്കങ്ങനെയുള്ള അതുകൊണ്ട് സ്ത്രീധനമായിട്ടുള്ള ഒന്നും വേണ്ട. പിന്നെ അങ്ങനെ വാങ്ങുന്ന ഒരാളുമല്ല ഞാൻ. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല മോനെ ഞാൻ അനുമോൾക്ക് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, 75 പവൻ്റെ ആഭരണമുണ്ട്, 10 ലക്ഷം രൂപയും കൊടുക്കണം, പുതിയൊരു കാറും വാങ്ങിക്കൊടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണതും ഗോമതിയും മീനാക്ഷിയും മിത്രയും ആര്യനും ആകാശമൊക്കെ ആകെ അന്തം വിട്ടു പോവാട്ടോ. ഇത്രയൊക്കെ കൊടുക്കാനായിട്ട് ബാലച്ചൻ്റെ എവിടെയാണ് ഇത്രയും ക്യാഷ്? ഇവരാരും വിചാരിച്ചിട്ടില്ലല്ലോ. മഹാപിശുകനായ അച്ഛനല്ലേ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജീവൻ പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ 10 ലക്ഷം രൂപ അത് കൊടുക്കുന്നതോട് തെറ്റൊന്നുമില്ല. എനിക്കത് വേണ്ട. അനുമോളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. സ്വർണ്ണമാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ 75 പവൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് അനുമോളുടെ പേരിൽ ലോക്കറിൽ വെച്ചാൽ മതി. എനിക്ക് വേണ്ട. ഒരു കാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് കാറുണ്ട്. പിന്നെ കുറച്ച് പഴയതാണെന്നേ ഉള്ളൂ. ഇനിയൊരു പക്ഷേ പുതിയത് വാങ്ങണമെങ്കിൽ ഇലക്ട്രിക് കാറാണ് എനിക്കിഷ്ടം. പക്ഷേ ആ കാറ് പോലും അനുവിൻ്റെ പേരിൽ തന്നെ വാങ്ങിയാൽ മതി കേട്ടോ. അത്രയും കേൾക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമായി. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഇതിലും കൂടുതൽ എവിടെ കിട്ടാനാ. സന്തോഷത്തോടു കൂടി അവരങ്ങനെ ഇരിക്കുമ്പോൾ അനുമോളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചോട്ടെ. അങ്ങനെ പുറത്തേക്ക് വരുവാണ് കേട്ടോ. ജീവനും അനുമോളും കൂടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അനുമോൾക്ക് തൻ്റെ പാസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ട്. പലതവണ അത് തുറക്കുന്നുണ്ട് കേട്ടോ പറയാനിട്ട്. എനിക്കൊരു കാര്യം പറയണം. എന്താ പറഞ്ഞോ? ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് അലോക അതിൻ്റെ മേളിൽ നിന്ന് നോക്കുന്ന കാണുമ്പോൾ നമ്മുടെ അനുമോൾ ആകെ ടെൻഷൻ കൊണ്ട് വിറക്കുക കേട്ടോ. അവസാനം ഇവിടെ നിന്നും കൊണ്ട് മീനാക്ഷിയും മിത്രയും കൂടെ ചോദിക്കുന്നുണ്ട്, എന്താ സംസാരിക്കാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴേ കണ്ണ് കാണിക്കുക കേട്ടോ. ആ സമയത്ത് ഇവരങ്ങോട്ട് നോക്കുമ്പോൾ അലോക അവിടെ നിന്ന് നോക്കുക. അതുകൊണ്ടാണ് നമ്മുടെ അനുമോൾ ഇത്രയ്ക്ക് ടെൻഷനായെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ. നാണില്ലാത്തവൻ, അവളെ പെണ്ണ് കാണാൻ ചെറുക്കാൻ വന്നത്, എന്നിട്ടും അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടല്ലേ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ദേഷ്യപ്പെടുക. അങ്ങനെ അവരുടെ സംസാരമൊക്കെ അവസാനിപ്പിച്ചിട്ട് മീനാക്ഷി പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിലിരുന്ന് സംസാരിക്കും. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ അനുമോളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയല്ലോ, നമ്മൾ വേണമെങ്കിൽ ഫോണിൽ സംസാരിച്ചോളാം ഏട്ടത്തി എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇനിയിപ്പം ദിവസമൊക്കെ കുറിക്കണമല്ലോ എന്നെല്ലാം പറഞ്ഞ് അവർ പിരിയാണ്. പക്ഷേ അതിനകത്ത് കയറി വരുമ്പോൾ തന്നെ ഗോമതി ആകെ അത്ഭുതത്തിലാണ് കേട്ടോ. കാരണം ഇത്രയൊക്കെ കൊടുക്കാൻ ബാലേട്ടൻ്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഇത്രയൊക്കെ ഉണ്ടോ? അഭിമാനം തോന്നുന്നല്ലോ എന്ന് പറയാം. നീ എന്താടി വിചാരിച്ചത്? നീ നിൻ്റെ മക്കളൊക്കെ പറയും പോലെ ഞാനൊരു പിശുക്കനാണോ? അല്ല, എന്നാലും പിന്നെ ചില കാര്യങ്ങൾക്ക് ഞാൻ ചിലവ് ചുരുക്കും. അങ്ങനെയൊക്കെ ചിലവ് ചുരുക്കുന്നുണ്ടല്ലേ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപകരിക്കുന്നത്. നീ എത്രയോ തവണ പറഞ്ഞു ഇവിടെ ഒരു കാറ് വാങ്ങണമെന്ന്. ഞാൻ വാങ്ങിയില്ല. എന്താ കാര്യം? കാറ് നമുക്ക് ആവശ്യമില്ല. അതല്ല, എൻ്റെ അപ്പുറത്തുള്ള ഏട്ടന്മാർക്ക് 2 പേർക്കും കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഗോമതി, അവർക്ക് ബിസിനസ്സും കാര്യങ്ങളും കോറികളും ഒക്കെ ഉണ്ട്. അവർക്ക് ദൂരോട്ടൊക്കെ പോകാൻ കാറ് വേണം. തൊട്ടടുത്തിരിക്കുന്ന ഗോമതി സ്റ്റോറിൽ പോകാൻ എനിക്കെന്തിനാ കാറ്? അതുമാത്രമല്ല, പിന്നെ 10 ലക്ഷം രൂപ എങ്കിലും കൊടുക്കണം ഒരു കാറിന്. അത് വാങ്ങി വീട്ടുമുറ്റത്ത് കൊണ്ടിടുമ്പോഴേ നമുക്ക് സങ്കടമാവില്ലേ? ഈ 10 ലക്ഷം രൂപ വെറുതെ എന്തിനാ തുരുമ്പിച്ച് കളയണേന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ പലതവണ നീ AC വാങ്ങുന്ന കാര്യം പറഞ്ഞു, ഓരോ മുറിയിലും. അന്ന് നിൻ്റെ മക്കളുടെ വാക്ക് കേട്ടിട്ട് ഞാനതങ്ങ് ചെയ്തിരുന്നെങ്കിലേ ഇപ്പം കറണ്ട് ബില്ലടച്ച് മുടിഞ്ഞേനെ. മനസ്സിലായോ? എന്നാലും ബാലേട്ടൻ ആൾ കൊള്ളാമല്ലോ. എടി, ഇതുപോലെ തന്നെ അനുമോൾക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കുള്ളതും ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തോളാം. അവർക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. അവരുടെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വേണം അവർ അധ്വാനിക്കാൻ. അവർ അധ്വാനിച്ചുണ്ടാകണം. ഒരാവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കും, അത് ഉറപ്പാണ്.
എന്നാലല്ലേ അത് ബാലൻ്റെ മക്കളാവുള്ളൂ എന്നൊക്കെ ഗോമതിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അനുമോളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനിലാണ്. കാരണം അലോക് എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ള പേടി അത് മിത്രയോടും മീനാക്ഷിയോടും പറയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് അവന്. എന്തിനാ മോളെ, ഏട്ടത്തിമാരായിട്ട് നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്, അവനൊരു ചുക്കും ചെയ്യത്തില്ല എന്നിങ്ങനെ മീനാക്ഷി പറയണമെങ്കിലും അനുമോൾ പറയാം, അതല്ല ചേച്ചി, എനിക്ക് എൻ്റെ പാസ്റ്റ് ജീവനോട് പറയണമെന്നുണ്ട്. ജീവൻ നല്ലൊരു പയ്യനാണ്, നല്ല സ്ത്രീകളെ ബഹുമാനിക്കുന്ന നല്ലൊരു പയ്യൻ. അപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ടത് പറയണം. എൻ്റെ പൊന്നും മോളെ, നീ അലോകിൻ്റെ കാര്യമൊന്നും പറയാൻ നിൽക്കല്ലേ, അതൊക്കെ കഴിഞ്ഞ കാര്യം. നിനക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല പറയേണ്ടത്, എനിക്ക് തുറന്നു പറയണം. ഇങ്ങനെ ഒരാളെ നമുക്ക് പറ്റിക്കാൻ പാടുണ്ടോ ഏട്ടത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവസാനം നമ്മുടെ ദേവി വന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ് മീനോ, നമ്മുടെ അനുമോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്തെങ്കിലും രഹസ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് വിവാഹം നടത്തിയാൽ പിന്നെ ഒന്നിനും മീതെ ഒന്ന് കള്ളങ്ങളോട് കള്ളങ്ങളായിരിക്കും, നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, അവൾക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അവൾ തുറന്നു പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഫോണിൽ വിളിച്ച് പറഞ്ഞാലോ. അപ്പോൾ ദേവി പറയുന്നുണ്ട്, അത് വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഫോണിൽ വിളിച്ചിട്ടേ ജീവനോട് നമ്മുടെ ആൽത്തറ അമ്പലത്തിൻ്റെ അവിടെ വരാൻ പറഞ്ഞാലോ, നാളെ നമുക്ക് അനുവിനെയും കൊണ്ട് അവിടെ ചെന്നാൽ സംസാരിക്കാമല്ലോ. അങ്ങനെ ജീവൻ ഇവർ ഫോണിൽ വിളിക്കാൻ കേട്ടോ. അനു ഹായ് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഞാൻ അനുവല്ല കേട്ടോ, അനുവിടെ ചേട്ടത്തിയാ. എന്താ എടുത്തി വിളിച്ചതെന്ന് ജീവൻ ചോദിക്കുമ്പോഴാണ് കാര്യം പറയുന്നത്. അനുമോൾക്ക് എന്തോ സംസാരിക്കണം നേരിട്ട്. അപ്പോൾ എന്തായാലും ഫോണിൽ കൂടെ അവൾ സംസാരിക്കുന്നില്ല. നേരിട്ട് കാണാൻ പറ്റുമോ, ബാങ്കിൽ തിരക്കൊക്കെ ഉള്ളതല്ലേ, അത് സാരമില്ല, നാളെ ഞാൻ ഇറങ്ങിക്കോളാം. എന്നാൽ പിന്നെ അമ്പലം ആൽത്തറയുണ്ടല്ലോ, അവിടെ വരാവോ? വരാം, 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ വന്നോളൂ, ഞങ്ങൾ അനുവിനെയും കൊണ്ട് അവിടെ വരാം, നമുക്ക് സംസാരിക്കാമല്ലോ. ഓക്കെ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഫോണും വയ്ക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് സുകന്യ കള്ളിയാണ്. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നേരെ അപ്പുറത്തേക്ക് പോകാനായിട്ട് കൃഷ്ണമംഗലത്ത് കൊണ്ട് കൊളുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ രാജശ്രീക്കും അച്യുതനും അങ്ങോട്ട് ദേഷ്യം തന്നെ. അവൻ അങ്ങനെ കല്യാണമൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്ര കൊള്ളത്തില്ലല്ലോ. ഇവിടെ ഉടനെ രാജശ്രീ ഇളക്കി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ തടി മില്ലി വന്ന് കയറി അടിച്ചതല്ലേ, അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അതിനപ്പുറം ഒരെണ്ണം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അച്ചുവേട്ടാ, അനുമോളുടെ വിവാഹം നടക്കാൻ പാടില്ല, നമ്മുടെ അലോക് തന്നെ അവളെ കെട്ടണം, അതാണ് വേണ്ടത്. അപ്പം തന്നെ നമ്മുടെ സുകന്യ പറയാനാണ്, അയ്യോ നിങ്ങളെല്ലാവരും കൂടെ മത്സരിച്ചിങ്ങനെ ഇറങ്ങല്ലേ, അവസാനം എൻ്റെ ജീവിതം കോച്ചാട്ടെ ആവും, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. എടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞില്ലേ കൃഷ്ണമംഗലത്ത് വന്ന് നിൽക്കാൻ, നീ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങുന്നത്? അപ്പം തന്നെ രാജശ്രീ പറയാണ്, വേണ്ട, അവൾ തൽക്കാലം അവിടെ നിന്നോട്ടെ, അവളിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ അവിടുത്തെ രഹസ്യങ്ങളൊന്നും നമുക്ക് ചോർത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനും പറയുന്നത് അവിടെ നിന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ തന്നെ എനിക്ക് പേടിയാണ്, ധർമ്മേട്ടനാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ളത്. ധർമ്മേട്ടനാണെങ്കിൽ നല്ല സംശയമുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാ ഇങ്ങോട്ട് കൊണ്ടു തരുന്നതെന്ന് അറിയോ. ഒന്നാമതേ അലോക് പറഞ്ഞിങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നിൽ നിന്ന് ചെയ്യണമെന്നാണ്. അങ്ങനെ തന്നെ വേണം, ഇതിപ്പോൾ ഞാനും കൂടെ ആകെ കുടുങ്ങിയല്ലോ നിങ്ങളുടെ ഇടയിൽ എന്നും പറഞ്ഞിട്ട് സുകന്യ ആകെ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അന്ന് തന്നെയാണ് നമ്മുടെ ബാലൻ വഴിയിൽ കാത്തു നിൽപ്പുണ്ട്. അച്യുതനെയും ആനന്ദനെയും കൂടെ കാത്തു നിൽക്കാൻ കേട്ടോ. കാരണം ഇവന്മാരിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിലോ, കല്യാണമല്ലേ നടക്കാൻ പോകുന്നത്, ദേവമംഗലത്തെ ഏതൊരു നല്ല കാര്യം വന്നാലും അപ്പോഴത് കുളമാക്കണമെന്നുള്ള തീരുമാനമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിയിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്താം കേട്ടോ. അപ്പോൾ തന്നെ അലോകല്ല കേട്ടോ, നമ്മളെ അച്യുതനും അനന്തനും കൂടെ പറയുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളെ വഴി തടയുന്നത്, നീ അങ്ങോട്ട് മാറടാ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, നിൽക്കി വെച്ചതാ, അയാൾക്ക് എന്താ പറയാനുള്ള പറഞ്ഞോ. എൻ്റെ മകളുടെ കല്യാണമാണ് വരുന്നത്, എനിക്കത് നല്ല രീതിയിൽ നടത്തണം എന്നുണ്ട്, നിങ്ങളായിട്ട് എന്നോട് തടസ്സം നിൽക്കരുത്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അച്യുതൻ പറയാം, നിൻ്റെ മോളുടെ കല്യാണം നടത്താൻ ഞങ്ങളുടെ അനുവാദം എന്തിനാ? നിങ്ങളുടെ ആരുടെ അനുവാദം ആവശ്യമില്ല എൻ്റെ മകളുടെ കല്യാണം നടത്താൻ. പിന്നെ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള തൊഴിൽ അങ്ങനെയാണല്ലോ, എൻ്റെ കുടുംബത്തിൽ എത്ര നല്ല കാര്യം വന്നാലും അത് മുടക്കുക, കുളമാക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. അതുകൊണ്ട് മുൻകൂട്ടി ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പരിപാടിയായിട്ട് വന്നാൽ അതെല്ലാം ഞാൻ തീർക്കും, അത് ഞാൻ തുടക്കത്തിലേ പറയാം. നീ എന്താടാ ഭീഷണിപ്പെടുത്തുവാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. പിന്നെ നീയേ ഞങ്ങളുടെ കുടുംബത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞങ്ങളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണം ഉറപ്പിച്ചിരുന്നു. കല്യാണം തലേന്ന് എൻ്റെ അനിയത്തിയെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി, നീ ഓർക്കുന്നോ? എനിക്കതൊന്നും മറക്കാനാവില്ല. എന്നിട്ടിപ്പോൾ സ്വന്തം മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി വന്നേക്കുന്നു. ഒന്ന് നിർത്തടാ, നീ കുറേ ആയല്ലോ പറയുന്ന സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിനെക്കുറിച്ച്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ മകളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വന്നത്, അല്ലാതെ നിങ്ങളോട് അപേക്ഷിക്കാനോ കെഞ്ചാനോ ഒന്നും വന്നതല്ല. ഇനി ഞാൻ പറഞ്ഞതിലപ്പുറം വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതോടെ ഞാൻ എല്ലാം തീർക്കും, അറിയാലോ ബാലന.
എടാ പേടിപ്പിക്കാതെ പേടിപ്പിക്കുന്നതോ പേടിപ്പിച്ചാലും എന്തായാലും ശരി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബാലൻ പറഞ്ഞതായിരിക്കും. ഇത്രയും പറയാം കേട്ടോ. അപ്പോൾ തന്നെ അച്യുതന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ബാലനോട് കയ്യോങ്ങാനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനന്തൻ ഇത്തിരി സമാധാന പ്രിയനായതുകൊണ്ട് അനന്തൻ അതൊക്കെ തടസ്സപ്പെടുത്തുവാണ് കേട്ടോ. അച്യുത നീ ഒന്ന് അടങ്ങ് എന്നൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തി നിർത്താണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡിജിറ്റൽ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്